വഴിയെ പോണ ആൾക്കാരും നമ്മളായിട്ട് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരും പല രീതിയിൽ നമ്മളെ പ്രാഗിയെ ശപിക്കുകയോ ചെയ്യണോണ്ടൊന്നും അത് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. എങ്ങനെയുള്ള ശാപങ്ങളാണ് ഞാൻ സ്റ്റഡി ചെയ്തെന്ന് എഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മളായിട്ട് നല്ല ഡീപ്പ് ബന്ധമുള്ള ആൾക്കാരായിരിക്കണം. പിന്നെ അതിൽ ജെന്യൂനിറ്റി ഉണ്ടാകണം. അയാളുടെ ജീവിതം തകർക്കണ രീതിയിൽ മാനസികമായിട്ട് അത്രയും ഡീപ്പായിട്ടുള്ള രീതിയിൽ അയാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ നീ മുടിഞ്ഞു പോടാ, നീ നന്നാവൂലടാ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴല്ല പ്രാക്ക് ഏൽക്കണം. അങ്ങനത്തെ ശാപങ്ങൾ ഏൽക്കണമെങ്കിൽ ആ പ്രാഗൊന്ന് ശപിക്കുന്ന ആൾ അത്രയും പോസിറ്റീവായിരിക്കണം. അത്രയും ജെന്യുവിനും അത്രയും പോസിറ്റീവും പവർഫുള്ളായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളിങ്ങനെ തോന്നുന്ന ആൾക്കാരെയൊക്കെ ശപിക്കുന്ന ആളായിരിക്കില്ല. മനം നൊന്ത് ശപിക്കുമ്പോൾ ഒരു പക്ഷേ ഏൽക്കാം. ഇതെല്ലാം നമ്മൾ പഴയ കഥകളിലും പണ്ടത്തെ മഹർഷിമാരുടെ രാജകാലഘട്ടത്തിലൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അത്രയും പോസിറ്റീവായിട്ട്